ഇത് ഭയങ്കര ക്വിക്കായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത്. സംഭവം വേറൊന്നുമല്ല, ഞാൻ അറേയുടെ ഒരു വീഡിയോ, ഈ കാണുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഒരു 2 ആഴ്ച മുന്നേ. അതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തേക്കുന്ന എക്സാമ്പിള് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അറേയുടെ എക്സാമ്പിളാണ്. ഇത് ടെർബോ C++ യൂസ് ചെയ്യുന്നവർക്ക് ഈ സ്ട്രിങ് വർക്ക് ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ് കുറച്ച് പഴയ വെർഷൻസിൽ വർക്ക് ആവത്തില്ല. ടെർബോ C++ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് നാൾ കുറേയായി. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രിങ് ഫങ്ഷൻസ്, അതായത് സ്ട്രിങ് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുന്നവർക്ക് ഇതേപോലെ ടെർബോ C++ൽ ഒരു എറർ വരും. അതായത് അൺഡിഫൈൻഡ് സിമ്പിൾ സ്ട്രിങ് എന്നും പറഞ്ഞിട്ട് വരും. നിങ്ങളിപ്പോൾ ഇവിടെ string.h അല്ലെങ്കിൽ conio.h അതൊന്നും വിളിച്ചാലും നിങ്ങൾക്ക് ഒരു ഔട്ടും കിട്ടത്തില്ല, എറർ ആയിരിക്കും കാണിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ, ഇപ്പോൾ ടെർബോ C++ യൂസ് ചെയ്യുന്നവർ ഇതിന് ആൾട്ടർനേറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഒരു സ്ട്രിങ്ങിന് പകരം ക്യാറായിട്ട് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലായിടത്തും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ടെർബോ C++കാർക്ക്. ഇപ്പോൾ നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. ടെർബോ C++ യൂസ് ചെയ്യുന്നവർ സ്ട്രിങ്ങിന് പകരം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ക്യാറാണ്. ക്യാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ റിവിഷൻ ചെയ്തവർക്ക് ഏകദേശം അറിയാൻ പറ്റും. ലെറ്റേഴ്സ് മാത്രമേ ക്യാർ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ക്യാറ് നെയിം എന്നും പറഞ്ഞിട്ട് ഞാൻ 2 കൊടുത്ത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെയിം എന്ന് പറയുന്ന ഈ ഒരു അറേയിൽ A, B അത്രേ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 2 ലെറ്റേഴ്സേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതുപോലെ 2 ലെറ്റേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് എനിക്ക് ആൻഡോ എന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോൺ എന്നും പറഞ്ഞിട്ടോ 2 വേർഡ്സ് സ്റ്റോർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെർബോ C++ൽ എറർ വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ നമ്മൾ ക്യാരക്ടർ വെച്ചിട്ട് വേർഡ്സ് സ്റ്റോർ ചെയ്യണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാരക്ടർ മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത് ടെർബോ C++ ആയതുകൊണ്ടാണ് ഈ പൊല്ലാപ്പൊക്കെ. കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പൈലേഴ്സ് അല്ലെങ്കിൽ ലിനക്സിൽ കോഡ് ചെയ്യുന്നവർക്ക് സ്ട്രിങ് യൂസ് ചെയ്താൽ ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ടെർബോ C++കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മൾ 2 വേർഡ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ക്യാറ് എന്നിട്ട് അറേയുടെ പേര് 2 വേർഡ്സാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ക്ലോസ് ചെയ്യണം. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോ വേർഡിന് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 30 കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു അറേയിൽ 2 വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിന് മാക്സിമം ലെങ്ത്ത് 30 വരെ, അതായത് ഓരോ വേർഡിനും 30 ലെറ്റർ വരെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അർത്ഥമാണ് അതിന് വരുന്നത്. സോ ഈ ഒരു കേസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ സി ഔട്ട് ചെയ്യാനാണെങ്കിൽ അത് വീഡിയോയിൽ കണ്ട ആ സെയിം മെത്തഡോളജി തന്നെയാണ്. സി ഔട്ട് നെയിം ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 കൊടുക്കുകയാണെങ്കിൽ ജോൺ കറക്റ്റായിട്ട് പ്രിൻ്റ് ആയി വരും, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടുപോലെ സ്ട്രിങ് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം ക്യാറ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ മൾട്ടി ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്താലേ ഒരു അറയ്ക്കകത്ത് ഒന്നിൽ കൂടുതൽ വേർഡ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് പല വീഡിയോസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്തും കൂടെ നോക്കിയാൽ ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ.